കാരുണ്യാഭിഷേകം, ആരാധിക്കുന്ന ജീവിതങ്ങൾ, കാരുണ്യാഭിഷേകം, കാരുണ്യാഭിഷേകം. ഈശോയിൽ ഏറ്റവും പ്രിയമുള്ള ദൈവമക്കളെ, വിശുദ്ധ ഗ്രന്ഥത്തിൽ ഒരു പിതാവ് തൻ്റെ മകന് കൊടുക്കുന്ന ഒരു ഉപദേശമുണ്ട്. സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സമയത്ത് തൻ്റെ മകന് കൊടുക്കുന്നൊരു ഉപദേശം സമ്പത്തിനെ കുറിച്ച് പറയുന്ന ഇപ്രകാരമാണ്: മകനെ, നമ്മൾ ദരിദ്രരായി തീർന്നതിൽ നിനക്ക് ആദി വേണ്ട. ഒന്നാമത് പറയുന്നത്, സാമ്പത്തികമായിട്ട് നമുക്ക് എന്തെങ്കിലും പരാധീനത, കുറവുകൾ വന്നാൽ നമ്മൾ അതിനെക്കുറിച്ച് ആദി വേണ്ട, ഉത്കണ്ഠ വേണ്ട എന്ന് ഓർമ്മപ്പെടുത്തുന്നു. രണ്ടാമത് പറയുകയാണ്, നിനക്ക് ദൈവത്തോട് ഭക്തി ഉണ്ടായിരിക്കും. രണ്ടാമത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് ദൈവഭക്തിയാണ്. നമുക്ക് ദൈവത്തിനോടൊരു ഭക്തി ഉണ്ടാകണം. ദൈവത്തിനോടുള്ള ഒരു അടുപ്പവും സ്നേഹവും അത് ഭക്തിയിൽ അത് നമ്മൾ പ്രകടിപ്പിക്കും. അത് ദൈവത്തെ ആരാധിക്കുന്നതിലും പ്രാർത്ഥിക്കുന്നതിലും ഈ ഭക്തി നമ്മളെ സഹായിക്കും. നീ പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയും, അടുത്തത് പാപത്തിൽ നിന്ന് മാറി നിൽക്കണം. വീണ്ടും പറയുകയാണ്, അവിടത്തേക്ക് പ്രീതികരമായത് അനുഷ്ഠിക്കുകയും ചെയ്താൽ. പാപത്തിൽ നിന്ന് ഒരു വ്യക്തി ഒഴിഞ്ഞു മാറുക മാത്രമല്ല, ദൈവത്തിന് പ്രീതികരമായത് അനുഷ്ഠിക്കുകയും ചെയ്താൽ നിനക്ക് വലിയ സമ്പത്ത് കൈവരും. തോബിത്ത് പറയുന്ന ഒരു ഉപദേശമാണ്. പ്രിയമുള്ളവരെ, തൻ്റെ മകൻ തോബിയാസിന് കൊടുക്കുന്ന ഉപദേശത്തിൽ 4 കാര്യങ്ങളാണ്. 1, നിനക്ക് ആദി വേണ്ട. 2, ദൈവഭക്തി ഉണ്ടായിരിക്കണം. 3, പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറണം. 4, നല്ല പ്രവൃത്തികൾ, ദൈവത്തിന് പ്രീതികരമായ പ്രവൃത്തികൾ ചെയ്യണം. അങ്ങനെ നിന്റെ ദൈവം നിന്നെ സമ്പന്നനാക്കും. നമ്മുടെ ജീവിതത്തിൽ ഈ വചനമനുസരിച്ച് പ്രവർത്തിക്കാം. കർത്താവ് നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവായ ഈശോയെ, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ആർക്കെങ്കിലും സാമ്പത്തികമായ ഒരുപാട് പ്രയാസങ്ങളുണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിൽ കർത്താവ് ഇടപെട്ട് അവരെ അനുഗ്രഹിക്കുകയും ഈ വചനം അനുഷ്ഠിക്കുവാൻ കൃപ നൽകുകയും ചെയ്യണമെന്ന് താഴ്മയോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നതെന്തിനു നീ? കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നതെന്തിനു നീ? കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ.